Hi guys, welcome back to NVD class. നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാഗ്നറ്റിക് ഡൈപോളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ എന്തെന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് അറിയണം. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് വെച്ചാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താ പറയുക ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുക. അപ്പോൾ ഇത് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ O ആണെന്ന് വിചാരിച്ചോ, EL. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡൈപോൾ മൊമെൻ്റ് ഇക്വേഷൻ നിങ്ങൾക്കറിയാം എന്താണ്, P ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 2L. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ ഐഡിയ തന്നെ ആർക്കും അപ്ലിക്കബിൾ ആണ്, മാഗ്നറ്റിനും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബാർ മാഗ്നറ്റ് എടുക്കുകയാണ്. സപ്പോസ് ഇതാണ് ബാർ മാഗ്നറ്റ് എന്ന് വിചാരിച്ചോ. ഒരു ബാർ മാഗ്നറ്റ് എടുത്തു. ഈ ബാർ മാഗ്നറ്റിൻ്റെ ഇത് നോർത്ത് പോളാന്ന് വിചാരിച്ചോ, ഇത് സൗത്ത് പോളാന്ന് വിചാരിച്ചോ. ഇതിൻ്റെ സെൻറ്ററാണ് ഇതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് L-ഉം ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് L ആണെന്ന് വിചാരിച്ചോ. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതേ കൺസെപ്റ്റ് തന്നെ ഇലക്ട്രിക് ഡൈപോളിൻ്റെ അതേ കൺസെപ്റ്റ് തന്നെ ആർക്കും ബാധകമാണ്, മാഗ്നറ്റിക് ഡൈപോളിനും ബാധകമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയായിരുന്നു? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് എന്നല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് നമുക്ക് എന്ത് എഴുതാൻ പറ്റും മാഗ്നറ്റിക് ഡൈപോളിനെ ഡെഫിനിഷനായിട്ട്? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പോൾസ് എന്ന് എഴുതാം. പോൾസ് എന്താണ്? നോർത്ത് ആൻഡ് സൗത്ത് പോൾസ്, ബ്രാക്കറ്റിൽ നോർത്ത് ആൻഡ് സൗത്ത് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പോൾസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഡൈപോൾ. കാരണം മാഗ്നറ്റിൻ്റെ കേസിൽ ഉണ്ടാകുന്ന ഡൈപോൾ മാഗ്നറ്റിക് ഡൈപോൾ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഡൈപോളിൻ്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ് എന്തിന് മാഗ്നറ്റിക് ഡൈപോളിനുള്ളത്. അപ്പോൾ ടു ഈക്വൽ ആൻഡ്, അപ്പോൾ ഇത് നോർത്ത് സൗത്ത്, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പോൾ സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എഴുതിയതുപോലെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എഴുതാൻ പറ്റും. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ നമ്മൾ M എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് പറയുക, ക്യാപിറ്റൽ M. അപ്പോൾ ഇതെന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ P ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 2L നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഈ Q എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജസ് ആണ്, ഒന്ന് മൈനസ് ചാർജും ഒന്ന് പ്ലസ് ചാർജും. പിന്നെ L എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ നോർത്തും സൗത്തും എടുക്കുന്ന സമയത്ത് ഈ Qന് പകരം നമ്മൾ എടുക്കുക M-ഉം -M-ഉം ആണ്. ഈ M-നെ നമ്മൾ പറയുന്ന പേര് പോൾ സ്ട്രെങ്ത് എന്നാണ്. പോൾ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ പോളിലേക്ക് ഒരു വസ്തുവിനെ ആകർഷിക്കുന്നതോ വികർഷിക്കുന്നതോ അട്രാക്ട് ചെയ്യുന്നതോ റിപ്പൽ ചെയ്യുന്നതോ ആയിട്ടുള്ള ഫോഴ്സ്, അതിനെയാണ് നമ്മൾ എന്താ പറയുക, പോൾ സ്ട്രെങ്ത്. ആ പോൾ സ്ട്രെങ്ത് നൊട്ടേറ്റ് ചെയ്യുന്നതാണ് എന്ത്, M. അപ്പോൾ നോർത്തിൻ്റെ പോൾ സ്ട്രെങ്ത് എത്രയാണ്? +M ആണ്. സൗത്തിൻ്റെ പോൾ സ്ട്രെങ്ത് എന്താണ്? -M ആണ്. അപ്പോൾ -Qൻ്റെ പോലെയാണ് ഇവിടെ സൗത്ത് ബിഹേവ് ചെയ്യുന്നത്, +Qൻ്റെ പോലെയാണ് ഇവിടെ നോർത്ത് ബിഹേവ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ പോലെ തന്നെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്താണ് ഇക്വേഷൻ? ഇവിടെ നമ്മൾ P ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 2L എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ M ആണ് വരിക. M ഈസ് ഈക്വൽ ടു Qന് പകരം നമ്മൾ ഈ സ്മോൾ M ആണ് കൊടുക്കുക, ഇൻറ്റു 2L. അപ്പോൾ നമുക്ക് ബാർ മാഗ്നറ്റിൻ്റെ ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ M ഇൻറ്റു 2L എന്ന് നമുക്ക് എഴുതാം. ഇതാണ് എന്ത്, ബാർ മാഗ്നറ്റിന്റെ ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ. ഈ M എന്താണ്? പോൾ സ്ട്രെങ്ത് ആണ്. L എന്താണ്? ഈ രണ്ട് മാഗ്നറ്റിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇലക്ട്രിക് ഡൈപോളിന് ഡയറക്ഷൻ ഉണ്ടായിരുന്നല്ലോ, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന് അതെങ്ങനെയായിരുന്നു? -Q ടു +Q ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ഉണ്ടാവും. ഇവിടെ -Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S ആണ്, നമ്മുടെ മാഗ്നറ്റ് S പോലെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെ പറയാൻ പറ്റും? ഡയറക്ഷൻ ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത് ആയിരിക്കും. അപ്പോൾ ഡയറക്ഷൻ ഇങ്ങോട്ടോട്ട് വരിക, സൗത്ത്. M-ന്റെ ഡയറക്ഷൻ ഇപ്പം ഞാനിവിടെ എഴുതാം. ഡയറക്ഷൻ ഓഫ് M ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നമ്മൾ മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് വെച്ചാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പോൾസ്, അത് സൗത്ത് ആവാം നോർത്ത് ആവാം, സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? സെറ്റ് അല്ലേ?
ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതാണ് ഒരു ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ആണ്. പക്ഷെ ഞാൻ ഇതിനൊന്ന് അപ്ഡേറ്റ് ചെയ്യാണ്. എന്താ വെച്ചാൽ ഒരു ബാർ മാഗ്നറ്റ് പകരം ഒരു ലൂപ്പ് എടുക്കുകയാണ്, കറണ്ട് ക്യാരിങ് ലൂപ്പ്, ക്ലോസ്ഡ് ലൂപ്പാണ്. അത് സർക്കുലർ ആവാം, റെക്ടാങ്കുലർ ആവാം, സ്ക്വയർ ആവാം, എന്തുവാ, ഒരു ക്ലോസ്ഡ് ലൂപ്പ്. ആ ക്ലോസ്ഡ് ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ക്ലോസ്ഡ് ലൂപ്പിന് പ്രത്യേകം എന്താണ്, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, കറണ്ട് ക്ലോക്ക് വൈസ് എൻട്രി ചെയ്യുകയാണെങ്കിൽ ആ ഭാഗം സൗത്ത് പോൾ ആയിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് എൻട്രി ചെയ്യുകയാണെങ്കിൽ ആ ഭാഗം നോർത്ത് പോൾ ആയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു സർക്കുലർ കറണ്ട് ക്യാരിങ് ലൂപ്പ് ഒരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന സർക്കുലർ കറണ്ട് ക്യാരിങ് ലൂപ്പ്, ആ ലൂപ്പിന് എന്തുണ്ടാവും, മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കഷൻ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്ന സിറ്റുവേഷൻ ഇത്രയേ ഉള്ളൂ. ഒരു ലൂപ്പാണ്, ഒരു സർക്കുലർ ലൂപ്പ് തന്നെ എടുക്കാം, എന്തോ ആയിക്കോട്ടെ, സർക്കുലർ ലൂപ്പ്. ആ സർക്കുലർ ലൂപ്പിലൂടെ ഇങ്ങനെ കറണ്ട് ഒഴുകുന്ന വിചാരിച്ചോ. ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ് കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസിൽ കറണ്ട് ഒഴുകുന്ന സമയത്ത് ഇതിന് നോർത്തും സൗത്തും പോൾ ഉണ്ടാവും. ഒരു ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നോർത്ത് സൗത്തും പോൾ കണ്ടുപിടിക്കുക? സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യും, സൗത്തിനെ നമ്മൾ ഇങ്ങനെ ഇടും, എന്നിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ നോക്കൂ, എന്നിട്ട് ഈ സൗത്തിൻ്റെ രണ്ട് എൻഡിലുള്ള ആരോന്റെ ഡയറക്ഷൻ നോക്കും, അത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ കറണ്ട് ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് ആയിരിക്കും, സൗത്ത് പോൾ ആയിരിക്കും. ഇനി ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇടും എണ്ണിന് രണ്ട് വശത്തും ആരോ ഇടുമ്പോൾ ഈ ആരോന്റെ ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്തായിരിക്കും, നോർത്ത് പോൾ ആയിരിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഐഡിയ ഞാനിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കൂ, ഇതിലൂടെ കറണ്ട് ഒഴുകുന്നത് ഈ ദിശയിലാണ്, ആന്റി ക്ലോക്ക് ആണ്. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഈ മുകൾ ഭാഗം എന്തായിരിക്കും, സുഖസുന്ദരമായിട്ട് പറയാം, ഇത് നോർത്ത് ആയിരിക്കും. മുകളിൽ നോർത്ത് ആണെങ്കിൽ താഴെ എന്തായിരിക്കും, സൗത്ത് ആയിരിക്കും. ക്ലിയർ അല്ലേ? പിന്നെ ഇതിന്റെ ഏരിയ ഉണ്ടാവുമല്ലോ, അത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കുകയാണ് ഏരിയ ഓഫ് ലൂപ്പ്. ഏരിയ ഓഫ് ലൂപ്പ് ഐ എന്താണ്, ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോയിങ് ഇൻ ദ ലൂപ്പ്. ഓക്കെ ആണോ? റെഡി അല്ലേ? അപ്പൊ ഇത് നോർത്താണ്, ഇത് സൗത്ത് ആണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. ആ മാഗ്നറ്റിക് മൊമെന്റ് എം ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് മൊമെന്റ് ഡൈപോൾ മൊമെന്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എം ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ ആണ്. ഐ ഇൻറ്റു എ, എം എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു എ. ഐ എന്താണ്, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട്. എ എന്താണ്, ഏരിയ ഓഫ് ദി ലൂപ്പ്. അത് എന്തോ ആയിക്കോട്ടെ. ഇതിപ്പോ സർക്കുലർ ആയതുകൊണ്ട് പൈ സ്ക്വയർ എടുക്കാം, അതിന്റെ റേഡിയസ് 6 ആണെങ്കിൽ. ഇനി വേറെ എന്ത് ഷേപ്പ് ആണെങ്കിലും ആ ഷേപ്പിന്റെ ഏരിയ, ആ ഏരിയയും അവിടെ ഉണ്ടാവുന്ന കറണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്, ഒരു ലൂപ്പിന്റെ മാഗ്നറ്റിക് മൊമെന്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. അപ്പൊ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇങ്ങനെ എഴുതാം, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് എ current carrying loop is defined as product of current flowing through the loop and area of the loop. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുക, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് എ കറണ്ട് ക്യാരിങ് ലൂപ്പ് ഡിഫൈൻ ചെയ്യുക. അപ്പൊ എന്താണ് ഇക്വേഷൻ? എം ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ. അപ്പൊ ഇതൊരു വെക്ടർ ആണ്, ഉറപ്പാണ്. വെക്ടർ ആണെങ്കിൽ ഇതിന് ഡയറക്ഷൻ ഉണ്ടാവും, ഉറപ്പാണ്. അത് നമുക്ക് പറയുന്നതിന് മുമ്പ് ഞാൻ എഴുതാം ഇവിടെ വെക്ടർ ക്വാണ്ടിറ്റി. ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? സിമ്പിൾ ആയിട്ട് നമുക്ക് യൂണിറ്റ് പറയാം. യൂണിറ്റ് എന്താണ്? കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ ആണ്, ഏരിയന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ആംബിയർ മീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ യൂണിറ്റ്, നമ്മുടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ്. ക്ലിയർ അല്ലേ? നമുക്ക് ഇതിന്റെ ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് ഉപയോഗിക്കുക. എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ? അപ്പോൾ ഡയറക്ഷൻ ഓഫ് എം, അത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് ഉപയോഗിക്കുക. അപ്പൊ ഒന്നുമില്ല, നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷനിൽ ഫിംഗേഴ്സിനെ കേൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ തമ്പ് നമുക്ക് എന്തിന്റെ ഡയറക്ഷൻ തരും?
മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ തരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് കേൾ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കാണ് എന്ത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ. അപ്പോൾ ഇതിങ്ങനെ എം ഇങ്ങനെയാണ് വരിക. നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ തന്നെ ചിന്തിച്ചാൽ സൗത്ത് ടു നോർത്ത് ആണ്. കറക്റ്റാണ്, സൗത്ത് ടു നോർത്ത് തന്നെയാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ വരിക. കറക്റ്റാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഫിംഗർ എടുക്കുക, അല്ല റൈറ്റ് ഹാൻഡ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഫിംഗേഴ്സിന്റെ ഡയറക്ഷനിൽ കറണ്ട് കേൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തമ്പ് നമുക്ക് എന്ത് വരും, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം, കേൾ ദ ഫിംഗേഴ്സ് ഓഫ് right hand in the direction of magnetic in the direction of current flowing through the loop, then curl the fingers of right hand in the direction of current flowing through the loop, then the thumb gives direction of dipole moment m. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പോൾ ഡയറക്ഷൻ ഓഫ് എം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. അപ്പോൾ എന്താണ്, കേൾ ദ ഫിംഗേഴ്സ് ഓഫ് റൈറ്റ് ഹാൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ലൂപ്പ്, ദെൻ തമ്പ് ഗീവ്സ് ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. അത് മിക്കവാറും എന്തായിരിക്കും, സൗത്ത് ടു നോർത്ത് ആയിരിക്കും. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കി വെക്കുക. കാരണം നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അതിലേക്ക് ഈ ഒരു ഐഡിയ ആവശ്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്ത് ഡീറ്റെയിൽഡായിട്ട് തന്നെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ സെറ്റല്ലേ, ഒന്ന് എഴുതിയെടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ടോർക്ക് ഓൺ എ കറണ്ട് ക്യാരിങ് ലൂപ്പ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ലൂപ്പ്, അത് റെക്ടാങ്കുലർ ലൂപ്പാണ്. നമ്മൾ ഇവിടെ എടുക്കുന്ന ഞങ്ങളുടെ സിലബസിനകത്ത് എടുക്കുന്നത് റെക്ടാങ്കുലർ ലൂപ്പാണ്. വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം, റെക്ടാങ്കുലർ ലൂപ്പാണ്. ആ റെക്ടാങ്കുലർ ലൂപ്പിനെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ആ റെക്ടാങ്കുലർ ലൂപ്പിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ടോർക്ക്, റൊട്ടേഷണൽ ഫോഴ്സിനെ നമ്മൾ എന്താ പറയുക, ടോർക്ക് എന്ന് പറയാം. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ ലൂപ്പ് ഇതാന്ന് വിചാരിച്ചോ, നമ്മുടെ ലൂപ്പ് ഇതാണ് നമ്മുടെ ലൂപ്പ്, റെക്ടാങ്കുലർ ലൂപ്പ് എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇനി ഇതിലൂടെ ഇങ്ങനെ കറണ്ട് ഒഴുകുന്നു വിചാരിച്ചു. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത്. ഇവിടെ ഐ ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്. ഇത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കാണ് വിചാരിച്ചു, ഇൻറ്റു ആണ് വിചാരിച്ചു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എങ്ങനെയുണ്ടാവും, അല്ല ഇൻറ്റു അല്ല ഔട്ട് എടുത്തു. അല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് സൈഡ് ആണ് വിചാരിച്ചു, പുറത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതെന്ന് വിചാരിച്ചു. ഇൻറ്റു അല്ല, ഔട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്, ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഔട്ടാണ്. ഔട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതിനകത്തൊക്കെ ഉണ്ട് കേട്ടോ മാഗ്നറ്റിക് ഫീൽഡ്. ബി ഔട്ടാണ്. അപ്പോൾ ഈ ലൂപ്പിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ടോർക്ക്, അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നിങ്ങൾക്കറിയാം ഒരു റെക്ടാങ്കുലർ ലൂപ്പാണ്. ഈ റെക്ടാങ്കുലർ ലൂപ്പ് ആയതുകൊണ്ട് ഇതിന് 4 സൈഡ്സ് ഉണ്ട്. ഇതൊരു സൈഡാണ്, ഇതൊരു സൈഡാണ്, ഇതൊരു സൈഡാണ്. ഈ സൈഡിന് ഞാൻ എ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇത് എ എന്ന സൈഡാണ്, ഇത് ബി എന്ന സൈഡാണ്, ഇത് എ എന്ന സൈഡാണ്, ഇത് ബി എന്ന സൈഡാണ് എന്ന് വിചാരിച്ചോ. ഓക്കെ ആണോ? അപ്പോൾ നമുക്കറിയാം
ഈ ഒരു റെക്ടാങ്കുലർ ലൂപ്പിന് 4 വശങ്ങളുണ്ട് അല്ലെ. ആ 4 വശങ്ങളെയും ഞാൻ ഓരോ വയറായിട്ട് എടുക്കാന്ന് വിചാരിച്ചു, ഓരോ സിംഗിൾ വയറായിട്ട്. നമ്മൾ റെക്ടാങ്കുലർ ലൂപ്പിന്റെ 4 വശങ്ങളെ എന്തായിട്ട് എടുക്കുകയാണ്, ഒരു വയറായിട്ടാണ് എടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വയറ് മാത്രം പരിഗണിക്കുമ്പോൾ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണ്. അതേപോലെ ഈ വയറിനെ മാത്രം പരിഗണിക്കുമ്പോൾ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണ്. ഇതിനെ പരിഗണിക്കുമ്പോൾ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണ്. ഇതിലൂടെ പരിഗണിക്കുമ്പോൾ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വയറിനെ, ഒരു കറണ്ട് ക്യാരിങ് വയറിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് F is equal to I into L cross B. നമ്മൾ പഠിച്ചതാണ്. F is equal to I into L cross B അല്ലെങ്കിൽ F is equal to ILB sin theta എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇതിനെ മാത്രം ഞാൻ ഒരു വയറായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ആ ഒരു വയറ് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വെച്ച പോലെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വയറിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും F. ഇനി അതേപോലെ ഞാൻ ഈ വയർ എടുക്കുകയാണെങ്കിൽ ഈ വയറിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മുകളിലും ഫോഴ്സ് ഉണ്ടാവും. ഇനി ഇതിന്റെ മുകളിലും ഫോഴ്സ് ഉണ്ടാവും, കാരണം ഇതിലൂടെ I എന്ന കറണ്ട് ഒഴുകുന്നുണ്ട്, അത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചതാണ്. അതേപോലെ ഈ വയറിന്റെ മുകളിലും എന്തുണ്ടാവും, ഫോഴ്സ് ഉണ്ടാവും, കാരണം I എന്ന കറണ്ട് ഒഴുകുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോന്നിന്റെ ഫോഴ്സ് ഒന്നും കണ്ടെത്താം. അപ്പൊ അത് കണ്ടെത്തുന്നതിന് മുമ്പേ നമുക്ക് ഈ എല്ലും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അറിയണം. അപ്പൊ ഞാൻ ഈ വയറ് പരിഗണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഈ വയറ് പരിഗണിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ബി പുറത്തേക്കാണ്, ഇങ്ങനെ അല്ലെ. ഇനി ഇവിടെ ഉണ്ടാകുന്ന L എന്ന് പറഞ്ഞാൽ നമ്മൾ ഐയുടെ ദിശയാണ് എടുക്കേണ്ടത്. അപ്പൊ ഇങ്ങോട്ടാണ്. അപ്പോൾ ഒന്നിങ്ങനെയും ഒന്നിങ്ങനെയും. അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ, 90 ഡിഗ്രിയാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, പുറത്തേക്കാണ്. ഇത് എങ്ങനെ ഉണ്ടാവും, 90 ഡിഗ്രി. ഇനി ഞാൻ ഇത് എടുക്കുകയാണെങ്കിൽ അതിലും മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്, കറണ്ട് ഇങ്ങനെയാണ്. അപ്പോഴും അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ, 90 ഡിഗ്രിയാണ്. ഇനി ഇത് പരിഗണിക്കുകയാണെങ്കിൽ ഇവിടെ ഒഴുകുന്ന കറണ്ട് ഇങ്ങനെയാണ്, അതും മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്, 90 ഡിഗ്രി. ഇനി ഇത് പരിഗണിക്കുകയാണെങ്കിൽ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് മുകളിലേക്കാണ്, ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്, അതും എത്രയാണ്, 90 ഡിഗ്രിയാണ്. വിച്ച് മീൻസ് ഈ ഒരു ലൂപ്പിന്റെ അകത്ത് എല്ലും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഏതൊരു വയർ എടുക്കുകയാണെങ്കിലും അതെന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. സോ ഞാൻ ജനറലൈസ് ചെയ്തിട്ട് ഞാൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് എഴുതാം കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാത്തിനും അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ ഒറ്റ ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, F is equal to ILB sin 90 എന്താണ്, 1 ആണ്. സോ F is equal to ILB. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്, ഓരോന്നിനും ഫോഴ്സ് എന്താണ്, ILB ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉണ്ടാകുന്ന ഓരോ ഫോഴ്സും നമുക്കൊന്ന് കണ്ടെത്തി വെക്കാം. അപ്പൊ നോക്ക്, ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് I ആണ്. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞാൽ A ആണ് അല്ലെ. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് B ആണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയായിരിക്കും, ഈ ഒരു വയറിൽ ഉണ്ടാകുന്ന ഫോഴ്സ് F is equal to IAB ആയിരിക്കും. ഇനി ഈ ഒരു വയറിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്താ, ലെങ്ത് B ആണ്, കറണ്ട് I ആണ്. സോ F is equal to IBB ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്. അപ്പോൾ ഈ IAB ഇതിലും ഉണ്ടാവും, ഇതേ പിന്നെ വശം തന്നെ ഇതും ലെങ്ത് A ഉള്ള. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സും എന്തായിരിക്കും, IAB ആയിരിക്കും. അതേപോലെ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സും എന്തായിരിക്കും, IBB ആയിരിക്കും. ഇത് തന്നെയായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അതിന്റെ ദിശ ഒന്ന് നോക്കാം നമുക്ക്. ദിശ നമ്മൾ നോക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് പാം റൂളാണ് നമ്മൾ ഉപയോഗിക്കുക. റൈറ്റ് ഹാൻഡ് പാം റൂൾ എന്തായിരുന്നു, നമ്മൾ റൈറ്റ് ഹാൻഡ് എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഫിംഗേഴ്സിന്റെ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡിനെ സെറ്റ് ചെയ്യും, തമ്പിന്റെ ഡയറക്ഷനിൽ എന്ത് സെറ്റ് ചെയ്യും, കറണ്ടിന്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പാമ്പ് നമുക്ക് എന്ത് തരും, നമ്മുടെ മാഗ്നറ്റിക്, അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് പിന്നെ ഫോഴ്സിന്റെ ഡയറക്ഷൻ തരും അല്ലെ. അപ്പൊ നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു വയറാണ് ഞാൻ പരിഗണിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ് ഇങ്ങനെ അല്ലെ, കറണ്ട് അങ്ങോട്ടാണ്. അപ്പൊ തിരിച്ച് ഇങ്ങനെ പിടിക്കുക, അപ്പൊ ഫോഴ്സ് എങ്ങോട്ടാ, മുകളിലേക്കായിരിക്കും. അപ്പോൾ ഈ വയറിന്റെ ഫോഴ്സ് മുകളിലേക്കായിരിക്കും ഇങ്ങനെ അല്ലെ. അപ്പൊ ആ ഫോഴ്സ് എത്രയാണ്, F is equal to ഇതല്ലേ, IAB. റെഡി അല്ലേ? ഇനി ഇതൊന്നും എടുത്തേ, പരിഗണിച്ചേ. ഇത് പരിഗണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ, പുറത്തേക്കാണ്, കറണ്ട് അകത്തേക്കാണ്, അല്ല താഴത്തേക്കാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പിടിക്കണം, താഴത്തേക്കല്ലേ, അങ്ങോട്ടായിരിക്കും ഫോഴ്സ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഇങ്ങനെയായിരിക്കും, F is equal to അതെന്താണ്, ഈ ഫോഴ്സാണ് IBB. ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, ഇനി ഇത് പരിഗണിച്ചേ, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ, പുറത്തേക്കാണ് ഇങ്ങനെ അല്ലെ, കറണ്ട് ഈ ദിശയിലാണ്, അപ്പോൾ ഇങ്ങനെ താഴത്തേക്ക്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് താഴത്തേക്കാണ്. F is equal to ഏത് ഫോഴ്സാണ്, ഇതാണ്. അപ്പോൾ IAB. ഇനി ഇതൊന്ന് നോക്കിയേ,
മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്, ഇങ്ങനെ കറണ്ട് മുകളിലേക്കാണ്, അപ്പോൾ ഇങ്ങോട്ട് ഈ ഡയറക്ഷനിൽ. അപ്പോൾ ഈ ഫോഴ്സ് എത്രയാണ്? എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? ഐ ലെങ്ത് ബി അല്ലേ, ഐ ബി ബി. അപ്പോൾ നമുക്ക് എല്ലാ ഫോഴ്സും കിട്ടി. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ടോർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ നെറ്റ്, നമുക്ക് ടോർക്ക് ഉണ്ടാവും എന്നറിയില്ല. ആ ടോർക്ക് ഉണ്ടാവും എന്ന് അറിയാൻ നമുക്ക് നോക്കണം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ഉണ്ടാവുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണ്? നെറ്റ് ഫോഴ്സ് നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് പറയാം. കാരണം ഈ ഫോഴ്സ് മുകളിലേക്കാണ്, അപ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് താഴത്തേക്ക് ഉണ്ടാവും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോകും അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യുമ്പോൾ. പിന്നെ ഇത് ഇങ്ങോട്ടാണ് നെഗറ്റീവ് ആണെങ്കിൽ അത് അങ്ങോട്ട് എന്താണ് പോസിറ്റീവ്. അപ്പോൾ ഈ ഫോഴ്സും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? ഓൾറെഡി എന്തായിരിക്കും? 0 ആയിരിക്കും, നോ ഡൗട്ട്. അപ്പൊ എങ്ങനെയാണ് ടോർക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആദ്യം എന്ത് പറയണം? ആംഗിൾ നോക്കണം. എന്തും തമ്മിൽ എമ്മും അതേപോലെ എം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെന്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ നടക്കുന്ന ആംഗിൾ നോക്കണം. അപ്പൊ ഞാനിവിടെ പറയാണ് ആംഗിൾ ബിറ്റ്വീൻ എം ആൻഡ് ബി, അത് നമുക്ക് നോക്കണം. അപ്പൊ എം എന്ന് പറഞ്ഞ മാഗ്നറ്റിക് മൊമെന്റ് ആണ്. മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒഴുകുന്ന കറണ്ടിന്റെ ഡയറക്ഷനിൽ ഫിംഗേഴ്സിന് കേൾ ചെയ്തിട്ട് തമ്പ് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മാഗ്നറ്റിക് മൊമെന്റ് ഡയറക്ഷൻ കിട്ടും. അപ്പൊ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? ഇതാ ഇവിടെ കറണ്ട് ഇങ്ങനെയാണ്, ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ കേൾ ചെയ്യും അല്ലെ. അപ്പൊ തമ്പ് എങ്ങോട്ടാ പോയിന്റ് ചെയ്യണം? പുറത്തേക്കാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെന്റ് ഡയറക്ഷൻ പുറത്തേക്കാണ്. ഞാനിവിടെ എഴുതുകയാണ്, ഡോട്ട് ഇടുകയാണ്, പുറത്തേക്കാണ്, ഔട്ടാണ്. ഇനി ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും ഔട്ടാണ്. എന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചത്, ഇതാണ് നമ്മുടെ ലൂപ്പ് എന്ന് വിചാരിച്ചോ. ഇതാണല്ലോ ലൂപ്പ്, റെക്ടാങ്കുലർ ലൂപ്പ്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് കറണ്ട് ഒഴുകുന്നതെന്ന് വിചാരിച്ചോ. അപ്പൊ ഇങ്ങനെ കറണ്ട് ഒഴുകി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ ഫിംഗേഴ്സിനെ കേൾ ചെയ്യും, തമ്പ് എങ്ങോട്ടാ പോയിന്റ് ചെയ്യാം? പുറത്തേക്കാ. ആ മാഗ്നറ്റിക് മൊമെന്റ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക അല്ലെ. ഇനി ഇതേ ഡയറക്ഷനിൽ തന്നെയല്ലേ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് മൊമെന്റും ഒരേ ഡയറക്ഷൻ ആവുകയാണെങ്കിൽ അവ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? തീറ്റ ആയിരിക്കും. സോ നമുക്ക് എഴുതാൻ പറ്റുന്നത് ആംഗിൾ ബിറ്റ്വീൻ എം ആൻഡ് ബി ഈസ് 0 ഡിഗ്രി. 0 ഇങ്ങനെ എഴുതാം, 0 ഡിഗ്രി. കാരണം രണ്ടും പുറത്തേക്കാണ്. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് എം ആണ്. രണ്ടും പുറത്തേക്കാണ്. സോ രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് എമ്മും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമുക്ക് നെറ്റ് ഫോഴ്സ് എഴുതാം. നെറ്റ് ഫോഴ്സ് എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഐ എ ബി പ്ലസ് ഇത് ഐ ബി ബി മൈനസ്, ബാക്കി ഇത് മൈനസ് ആണ്, ഇത് മൈനസ് ആണ്, ഐ ബി ബി പിന്നെ അടുത്തത് മൈനസ് വരും, മൈനസ് എന്താ വരിക? ഐ എ ബി അല്ലേ. ഇത് ക്യാൻസൽ ചെയ്യാം, ഒക്കെ ക്യാൻസൽ ചെയ്യാം, എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എന്താ സംഭവിക്കുക? എഫ് നെറ്റ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ലൂപ്പിനെ വെച്ചിട്ടുള്ളത്. അങ്ങനെ വെച്ചതുകൊണ്ടാണ് എന്ത് ഇവിടെ ആംഗിൾ എന്തായത്? തീറ്റ എന്തായത്? 0 ആയത്. എമ്മും എയും അല്ല എമ്മും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായത്? 0 ആയത്. അപ്പോൾ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എന്താണ്? 0 ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഫോഴ്സിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ ഒന്ന് എടുക്കുകയാണ്. ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാനൊന്നുകൂടെ കാണിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സാധനം. അപ്പൊ ഈ ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യണത് അല്ലെ, ഈ ഡയറക്ഷനിൽ. ഈ ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യണം. അപ്പൊ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ സെയിം അല്ലേ? കാരണം ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലൈനിലല്ലേ ആക്ട് ചെയ്യുക. അതേപോലെ ഈ ഫോഴ്സ് നോക്കിയാലും ഇത് മുകളിലേക്കല്ലേ, അതേപോലെ ഇത് താഴത്തേക്കല്ലേ. അപ്പൊ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്താണ്? സെയിം ആണ്. അപ്പൊ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങോട്ടേക്കും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലല്ലോ. അല്ലെങ്കിൽ ഇതേപോലെ മുകളിലും താഴത്തേക്കും ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആണെങ്കിൽ ഒന്നും സംഭവിക്കില്ലോ, അവിടെ തന്നെ നിൽക്കൂലേ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ ഞാൻ എം ഈസ് ഈക്വൽ ടു അല്ല എമ്മും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിള് 0 ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ എന്ത് ആക്ട് ചെയ്യില്ല? ഒരു ഫോഴ്സും ആക്ട് ചെയ്യില്ല. അല്ല ഫോഴ്സ് ആക്ട് ചെയ്യില്ല എന്നല്ല, ഒരു ടോർക്കും ആക്ട് ചെയ്യില്ല. കാരണം ഇവിടെ ഉണ്ടാകുന്ന ലൈൻ ഓഫ് ആക്ഷൻ എന്താണ്? ഈക്വൽ ആണ്. എന്തിന്റെ ലൈൻ ഓഫ് ആക്ഷൻ? ഈ രണ്ട് ഫോഴ്സുകളുടെ ലൈൻ ഓഫ് ആക്ഷനും ഈ രണ്ട് ഫോഴ്സുകളുടെ ലൈൻ ഓഫ് ആക്ഷനും എന്താണ്? സെയിം ആണ്. സോ അവിടെ ഉണ്ടാകുന്ന നെറ്റ് ടോർക്ക് ഇവിടെ എഴുതാം. നെറ്റ് ടോർക്ക് നെറ്റ് ഈസ് ഈക്വൽ ടു 0. കാരണം ലൈൻ ഓഫ് ആക്ഷൻ ബിറ്റ്വീൻ
the forces F is equal to IAB and F is equal to IBB are same. ക്ലിയർ അല്ലേ? സോ ഈ ഒരു കണ്ടീഷനിൽ എന്തുണ്ടാവില്ല, ടോർക്ക് ഉണ്ടാവില്ല. ടോർക്ക് എന്തായിരിക്കും? നെറ്റ് ടോർക്ക് 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ടോർക്കിന്റെ സിറ്റുവേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം. അപ്പോൾ എഴുതോ. ഇനി അടുത്ത സിറ്റുവേഷൻ എങ്ങനെയാണ് ടോർക്ക് ഉണ്ടാവുക എന്നുള്ളതല്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതാണ് നമ്മുടെ ഇനീഷ്യൽ സിറ്റുവേഷൻ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഈ ലൂപ്പിനെ തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണം. ഇപ്പൊ തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ലൂപ്പിന്റെ മുകളിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ലൂപ്പ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കാണ്, ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഈ ലൂപ്പിനെ തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ തിരിക്കുക. അപ്പോൾ ഇത് തീറ്റ ആംഗിളായി. ഇപ്പോൾ ഇത് 0 ആണ് എന്ന് വിചാരിച്ചോ, ഈ സിറ്റുവേഷൻ 0 ആംഗിൾ എന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് എത്ര ഡിഗ്രി തിരിഞ്ഞു, തീറ്റ ആംഗിൾ തിരിഞ്ഞു എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് തിരിക്കുന്ന സമയത്ത്, ഈ ബുക്ക് ഞാൻ അല്ലെങ്കിൽ ഈ ലൂപ്പ് തിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ആരും തിരിയും, എമ്മും തിരിയും. കാരണം എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറണ്ട് ഒഴുകുന്ന, ഈ ലൂപ്പിലൂടെ കറണ്ട് ഒഴുകുന്ന കറണ്ട് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്, അല്ല മാഗ്നറ്റിക് മൊമെന്റ് ആണ്. ആ മാഗ്നറ്റിക് മൊമെന്റ് ഡയറക്ഷൻ എപ്പോഴും പുറത്തേക്ക്. അപ്പൊ ലൂപ്പ് എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു അതിന്റെ കൂടെ തന്നെ ആരും റൊട്ടേറ്റ് ചെയ്യും, എമ്മും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ ലൂപ്പ് തീറ്റ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എമ്മും എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും, തീറ്റ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ഐഡിയ മനസ്സിലായില്ലേ? ഇതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് എത്തുകയാണെങ്കിൽ, തീറ്റ ആംഗിൾ ഞാൻ ലൂപ്പ് മാറ്റുകയാണെങ്കിൽ ആ ലൂപ്പിന്റെ എത്രയാണോ ലൂപ്പ് തീറ്റ ആംഗിൾ തിരിഞ്ഞത്, തീറ്റ ഡിഗ്രി ആണ് തിരിഞ്ഞതെങ്കിൽ ആ എമ്മും എത്ര ഡിഗ്രി തിരിയും, തീറ്റ ഡിഗ്രി തിരിയും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് വരിക, ഈ രീതിയിൽ. ഇപ്പൊ ലൂപ്പ് ഇത് നോർമൽ കണ്ടീഷനാണ്, ഇത് ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെയാണ് ലൂപ്പ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഈ ആംഗിൾ എത്ര ആയിരിക്കും, തീറ്റ ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്ത്, തീറ്റ ഡിഗ്രി. അപ്പൊ എം ഈ ലൂപ്പിന്റെ ഇങ്ങോട്ടുണ്ടാവുക, ഇതെങ്ങനെ, ഇതാണ് എം എന്ന് വെച്ചാൽ ലൂപ്പിന്റെ നേരത്തെ കാണിച്ചില്ല അതേപോലെ. ഇവിടെ ഉണ്ടാകുന്ന ബി പുറത്തേക്കായിരിക്കും, ഇങ്ങനെ ഉണ്ടാവുക ബി. അപ്പോൾ എമ്മും ബിയും ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും, തീറ്റ തന്നെയായിരിക്കും. കാരണം ഇനീഷ്യൽ സ്റ്റേറ്റിൽ ബി പുറത്തേക്കായിരുന്നു, പിന്നെ നമ്മൾ ബി ചേഞ്ച് ചെയ്യണില്ല, പകരം എന്ത് റൊട്ടേറ്റ് ചെയ്യണത്, ലൂപ്പാണ് റൊട്ടേറ്റ്. അപ്പൊ ലൂപ്പ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ലൂപ്പിന്റെ കൂടെ ആര് തിരിയും, എം തിരിയും. അപ്പൊ എം എത്ര ഡിഗ്രി തിരിയും, തീറ്റ ഡിഗ്രി. അപ്പൊ ബി ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പൊ ബിയും എമ്മും ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, തീറ്റ ഡിഗ്രിയാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ ടോർക്ക് ഉണ്ടാവും, 100% ടോർക്ക് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ്? സിമ്പിൾ ആണ്. ഇപ്പൊ നോക്കൂ, ഈ ഒരു വയർ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഫോഴ്സ് നോർമലി മുകളിലേക്ക് തന്നെ, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇതിന്റെ ഫോഴ്സും നേരത്തെ പറഞ്ഞ പോലെ താഴത്തേക്കായിരിക്കും. അപ്പൊ ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവും. പിന്നെ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയതുകൊണ്ട് ഈ രണ്ട് ഫോഴ്സും ഈ ഒരു ലൂപ്പിന്റെ റൊട്ടേഷന് ഒരു സംഭവം അല്ലെങ്കിൽ ഒന്നും സംഭവിപ്പിക്കില്ല, ലൂപ്പിന്റെ റൊട്ടേഷന് കാരണമാവില്ല. പക്ഷേ ഈ രണ്ട് സൈഡിൽ ഉണ്ടാവുന്ന ഫോഴ്സ്, ഈ ഫോഴ്സ് നിങ്ങൾക്ക് എത്രയാന്നുള്ളത് ഇത് നമുക്കറിയാം. ഈ രണ്ട് ഫോഴ്സ് അറിയാം. ഇത് നമ്മൾ ഇത് എ വശമായിട്ട് എടുത്ത് ഇത് ബി വശം. അപ്പൊ ഈ ഫോഴ്സ് എന്താ, എഫ് ഈസ് ഈക്വൽ ടു ഐ ബി ബി ആണ്. അതേപോലെ ഇതും എഫ് ഈസ് ഈക്വൽ ടു ഐ ബി ബി ആണ്. ഈ രണ്ട് ഫോഴ്സ് ഇപ്പൊ നോക്കുക, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്, ഇത് എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, തിരിച്ചു, ഇതെങ്ങനെയാക്കി. ഇപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ നോക്ക്, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു ഐ ബി ബി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് അല്ലെ. ഈ എഫ് ഈസ് ഈക്വൽ ടു ഐ ബി ബി എന്താണ്, ഇങ്ങോട്ടാണ് അല്ലെ. അപ്പോൾ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഈ രണ്ട് ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറെന്റ് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സും ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് വരുമ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, റൊട്ടേഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ ലൂപ്പ് 0 ഡിഗ്രിയിൽ വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഞാൻ എങ്ങാനും തിരിച്ച് തീറ്റയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ആംഗിളിലേക്ക് ഇതിന് തിരിക്കുകയാണെങ്കിൽ ഈ രണ്ട് വശങ്ങളിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറെന്റ് ആവും. അവിടെ എന്തുണ്ടാവും, ടോർക്ക് ഉണ്ടാവും. ക്ലിയർ അല്ലേ? പക്ഷെ സ്റ്റിൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് എപ്പോഴും 0 ആയിരിക്കും, അതിന് സംശയമൊന്നുമില്ല. കാരണം നെറ്റ് ഫോഴ്സ് നമുക്കറിയാം, ഇത് പോസിറ്റീവാണ്, ഇത് ഇങ്ങോട്ട് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, ഇത് ഇങ്ങോട്ട് എന്താണ്, നെഗറ്റീവാണ്. അപ്പൊ ഇവിടെ എഫ് നെറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. But there will be torque
acts on the loop because line of action of forces F is equal to IBB is different. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ടോർക്ക് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ടോർക്കിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് നോർത്തിരിക്കണം. ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ ആ ടോർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിനെ മുകൾ ഭാഗത്ത് നിന്ന് നോക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നിന്ന് നോക്കുകയാണ്. ഞാൻ ഇപ്പം നമ്മൾ ഇങ്ങനെ വെച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെയാണ് നോക്കുന്നത്. ഈ ഭാഗത്തു നിന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഇനി. ഓക്കെ അല്ലേ? എന്നാൽ നമുക്ക് ഈസി ആയിട്ടൊന്നും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് വരയ്ക്കാണ്. ടോപ്പ് വ്യൂ വരച്ച് എങ്ങനെ ഉണ്ടാവും? ഇനീഷ്യൽ സ്റ്റേറ്റ് ഇങ്ങനെയായിരുന്നു, പിന്നെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഇത് ഇങ്ങനെയായി, ഈ രീതിയിലായി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എത്ര? തീറ്റയാണ്. ഈ ആംഗിൾ എത്രയാണ്? തീറ്റയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് മുകൾ ഭാഗമാണ്. മുകൾ ഭാഗത്തെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എ ആണ് അല്ലേ? അപ്പോൾ ഇത് സെൻറ്റർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് A/2 ആവും, ഇതെന്തായിരിക്കും? A/2 ആവും. സംശയമൊന്നുമില്ല. ഓക്കെ അല്ലേ? ഈ ഭാഗത്ത് എന്ന് വെച്ചാൽ ഇങ്ങനെയാണുള്ളത്, ഈ രീതിയിലാണ് വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഇതാ, ഇത് F is equal to IBB ആവും. ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് F is equal to IBB ആവും. അപ്പോൾ ഞാനവിടെ എഴുതുകയാണ് F is equal to, ഇങ്ങോട്ട് ഉണ്ടാകുന്ന ഫോഴ്സ് F is equal to IBB, ഇങ്ങോട്ട് ഉണ്ടാകുന്ന ഫോഴ്സും ഇത്രയായിരിക്കും, F is equal to IBB. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ടോർക്ക് ഉണ്ടാവും, 2 ടോർക്ക് ഉണ്ടാവും. ഒരു ടോർക്ക് ഇങ്ങോട്ട് ഉണ്ടാവും, T1, ഇങ്ങോട്ടൊരു ടോർക്ക് ഉണ്ടാവും, T2, 2 ടോർക്ക് ഉണ്ടാവും അല്ല, കുറച്ചും കൂടെ ഇതാക്കിയിട്ട് എഴുതാം. ഇവിടെ ടോർക്ക് T2. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടോർക്ക് T is equal to T1 plus T2 which is equal to torque and force into perpendicular distance plus force into perpendicular distance ആണല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. നമ്മളിത് T1 എടുക്കുകയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്, ഇവിടെ ഉണ്ടാകുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. അത് രണ്ടും കണ്ടുപിടിക്കാൻ സുഖമാണ്. അപ്പോൾ ഇതൊരു വെക്ടറായിട്ട് എടുത്തോ, ഇതൊരു ആക്സ് ആക്കി എടുത്തോ. ഇങ്ങനെ ഇതൊരു വെക്ടർ, ഇത് ആക്സ്, ഇത് ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇത് വെക്ടറിന്റെ പേര് A/2 ആണെങ്കിൽ ഈ സൈഡ് എന്താ? ക്ലോസ് സൈഡാണ്. എന്താണ്? A/2 കോസ് തീറ്റ. ഇതെന്താവും? A/2 സൈൻ തീറ്റ. അപ്പോൾ ഇത് A/2 സൈൻ തീറ്റ ആയിരിക്കും. ഇത് A/2 സൈൻ തീറ്റ ആണെങ്കിൽ ഇതും A/2 സൈൻ തീറ്റ ആയിരിക്കും. അതേപോലെ താഴത്തേക്ക് വരും. ഇത് എത്ര വരിക? A/2 സൈൻ തീറ്റ എന്നാണ് വരിക. സെയിം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താ? A/2 സൈൻ തീറ്റ. അപ്പോൾ എന്താ വരിക? വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എത്രയാ? IBB അല്ലേ? IBB A/2 സൈൻ തീറ്റ അല്ലേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പ്ലസ് IBB A/2 സൈൻ തീറ്റ. ഇടല്ലേ? രണ്ടെണ്ണല്ലേ? അപ്പോൾ 2IBB A/2 സൈൻ തീറ്റ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2IBB A/2 സൈൻ തീറ്റ എന്ന് വരും. ഈ 2 വെട്ടാം. അപ്പോൾ T is equal to എന്താ വരിക? IB, കുറച്ചുകൂടെ ഒന്ന് റിയാൻ ചെയ്തതാണ്, IBB അല്ലേ? അപ്പോൾ AB സൈൻ തീറ്റ അങ്ങനെ എഴുതാം അല്ലേ? ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എനെയും ബിനെ ഒന്ന് കണ്ടിട്ട് ഈ A into B എന്താ ശരിക്കും? ഇതാണ് A, ഇതാണ് B. അപ്പോൾ A into B സത്യം പറഞ്ഞാൽ ഏരിയ അല്ലേ? അപ്പോൾ A into B എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ആണ്. ഏരിയ A ആണ് അല്ലേ? അപ്പോൾ നമുക്ക് A/2 അല്ല AB-ൻ്റെ സ്ഥലത്ത് എന്ത് എഴുതാം? ഏരിയ എന്ന് എഴുതാം. അപ്പോൾ T is equal to IAB സൈൻ തീറ്റ എന്ന് എഴുതാം അല്ലേ? IA എന്താണ്? ഇത് ഏരിയ ആണ്. IA എന്താണ്? അയ്യോ എൻ്റെ മുകളിൽ കൂടെ എഴുതി വരച്ച്. IA എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. IA is equal to M ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥലത്തും എനിക്ക് എന്ത് കൊടുക്കാം? M എന്ന് കൊടുക്കാം. സോ T is equal to MB സൈൻ തീറ്റ അഥവാ MB മാഗ്നറ്റിക് മൊമെന്റ് B, അത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അപ്പോൾ
ബി സൈൻ തീറ്റ അതെന്താണ് എം ക്രോസ് ബി ആണ്. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും എം ക്രോസ് ബി. ഇതാണ് നമ്മുടെ എന്ത് ടോർക്ക്. ഇത്രയേ ഉള്ളൂ പരിപാടി. രണ്ട് ഇക്വേഷൻ പഠിക്കുക, ഈ ഇക്വേഷൻ പഠിക്കുക, ടോ ഈസ് ഈക്വൽ ടു ഐ എ ബി സൈൻ തീറ്റ. ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റിക് അല്ല ഒരു റെക്ടാങ്കുലർ ലൂപ്പ് തീറ്റ ആംഗിൾ വെക്കുകയാണെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ എന്തുണ്ടാവും, ടോർക്ക് ഉണ്ടാവും. എം എന്താണ് മാഗ്നറ്റിക് മൊമെന്റ്, എം മാഗ്നറ്റിക് മൊമെന്റ്, ബി മാഗ്നറ്റിക് ഫീൽഡ്, പിന്നെ തീറ്റ ആംഗിൾ ബിറ്റ്വീൻ എം ആൻഡ് ബി. ഇനി ഈ ടോർക്ക് മാക്സിമം ആവുക തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കുക, ഈ രീതിയിൽ ഇങ്ങനെ പിടിക്കുമ്പോഴാണ് എന്താവുക തീറ്റ മാക്സിമം ആവുക. തീറ്റ 0 ആകുമ്പോൾ എന്താണ് ടോർക്ക് എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, അത് നിങ്ങൾ നോട്ടിലാക്കിയാൽ മതി. തീറ്റ 90 ഡിഗ്രി ആകുന്ന സമയത്ത് ടോർക്ക് എന്താവും മാക്സിമം ആവും. തീറ്റ 0 ഡിഗ്രി ആകുമ്പോൾ എന്താണ് ടോർക്ക് എന്താവും 0 ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. സോ ഈ ക്ലാസ് എന്തായാലും കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. ഞാൻ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.